പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. എൻ്റെ പേര് ജോമോൻ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിലെ തെടനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ മൈക്രോ ഇറിഗേഷൻ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ് ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? വിളകളെ ആക്രമിച്ച് വിളകളുടെ വിളവ് കുറയ്ക്കുന്ന വിവിധതരം കീടങ്ങൾ, വിവിധതരം രോഗങ്ങൾ, വിവിധതരം കളകൾ, അവയെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? അവയുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇൻസെക്ട് പെസ്റ്റ് അഥവാ ഷഡ്പദ കീടങ്ങളെക്കുറിച്ച് അല്പം വിശദമായിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ, വിളകളെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇൻസെക്ട് പെസ്റ്റ് അഥവാ ഷഡ്പദ കീടങ്ങൾ. ഇൻസെക്ട്സ് ആർ ദ ഓർഗാനിസം കമ്മിങ് അണ്ടർ ദ ക്ലാസ് ഇൻസെക്റ്റ. ഇൻസെക്റ്റ എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ജീവികളാണ് ഇൻസെക്ട്സ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ക്ലാസിഫിക്കേഷൻ, ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രൂപ്പ് സ്പീഷീസുകളാണ്. സമാന സ്വഭാവമുള്ള സ്പീഷീസുകൾ ചേർന്ന് ജീനസ് ഉണ്ടാകുന്നു. സമാന സ്വഭാവമുള്ള ജീനസുകൾ ചേർന്ന് ഫാമിലികൾ ഉണ്ടാകുന്നു. സമാന സ്വഭാവമുള്ള ഫാമിലികൾ ചേർന്ന് ഓർഡറുകൾ ഉണ്ടാകുന്നു. സമാന സ്വഭാവമുള്ള ഓർഡറുകൾ ചേർന്ന് ക്ലാസ്സുകൾ ഉണ്ടാകുന്നു. സമാന സ്വഭാവമുള്ള ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം ഉണ്ടാകുന്നു. ഇനി ഫൈലങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ കിങ്ഡം ആകുന്നു. അപ്പം നമ്മുടെ ആനിമൽ കിങ്ഡത്തെ നമ്മൾ വിവിധ ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫൈലമാണ് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന ഫൈലത്തിൽ ഇൻസെക്റ്റ എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ജീവികളാണ് ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങൾ. അപ്പോൾ ഷഡ്പദങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 6 കാലുള്ള ജീവികൾ എന്നാണ്. ഇനി ബോഡി ഓഫ് ഇൻസെക്ട് ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇൻസെക്ട്സിൻ്റെ ശരീരത്തെ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 3 pairs of legs are present. ഇവയ്ക്ക് 3 ജോഡി കാലുകളുണ്ട്. ഈ 3 ജോഡി കാലുകൾ ഇവയുടെ ഹെഡ് താഴെ വരുന്ന തൊറാസിക് സെഗ്മെൻറ്റുകളിലാണ് ഈ 3 ജോഡി കാലുകൾ കാണപ്പെടുന്നത്. 2 pairs of wings are attached to the thorax. അതുപോലെ തന്നെ ഇവയുടെ തൊറാസിക് സെഗ്മെൻറ്റിൽ ഹെഡിന് താഴെ വരുന്ന ഈ തൊറാസിക് ഭാഗത്ത് 2 ജോഡി ചിറകുകളും കാണപ്പെടുന്നു. ചിറ്റീനിയസ് എക്സോസ്കെൽട്ടൻ ഈസ് പ്രസൻറ്റ്. ഇവയുടെ പുറം ബോഡി, ഇവയുടെ പുറം ബോഡി അല്ലെങ്കിൽ പുറം ചട്ട ചിറ്റിൻ എന്ന വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഹെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 6 segments ആൻഡ് കണ്ടെയ്ൻസ് എ പെയർ ഓഫ് ആൻറ്റിനെ. അപ്പോൾ ഇവയുടെ ഹെഡ് 6 സെഗ്മെൻറ്റുകൾ ആണ് ഹെഡിലുള്ളത്. ഈ ഹെഡിൽ എന്താണ് ഒരു ജോഡി ആൻറ്റിനെ, ഇവയുടെ സെൻസ് ഓർഗനായ ഒരു ജോഡി ആൻറ്റിനെ കാണുന്നു. പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ്, ഒരു ജോഡി കണ്ണുകൾ കാണുന്നു. ആൻഡ് മൗത്ത് പാർട്സ്, ഇവയുടെ മൗത്ത് പാർട്സും ഹെഡിലാണ് കാണപ്പെടുന്നത്. അബ്ഡോമൻ കൺസിസ്റ്റ് ഓഫ് 11 segments. അബ്ഡോമൻ റീജിയനിൽ 11 സെഗ്മെൻറ്റുകളാണുള്ളത്. ഇൻസെക്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഷഡ്പദങ്ങളെ അവയുടെ ബാഹ്യ സ്വഭാവം അനുസരിച്ച് ഇവയെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. അതുപോലെ തന്നെ ഷഡ്പദങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അതിനെ നമ്മൾ മെറ്റാമോർഫോസിസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ മെറ്റാമോർഫോസിസ്? ഷഡ്പദങ്ങൾ അവയുടെ ജീവിതചക്രത്തിൽ തികച്ചും വ്യത്യസ്തമായ വളർച്ചാഘട്ടങ്ങൾ കാണിക്കുന്ന ഈ പ്രതിഭാസത്തിനാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അതായത് ഇവയുടെ ജീവിതഘട്ടത്തിൽ എഗ് അഥവാ മുട്ട, ലാർവ അഥവാ പുഴു, പ്യൂപ്പ അഥവാ സമാധി, അഡൽട്ട് അഥവാ ശലഭം എന്നിങ്ങനെ വ്യത്യസ്തമായ വളർച്ചാഘട്ടങ്ങൾ ഇവ കാണിക്കുന്നു. ഈ വ്യത്യസ്ത വളർച്ചാഘട്ടങ്ങൾ കാണിക്കുന്ന ഈ പ്രതിഭാസത്തിന് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നു. ഇവയുടെ ശലഭങ്ങൾ മീറ്റിങ്ങിന് ശേഷം അവ പെൺശലഭങ്ങൾ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞ് പുഴു വെളിയിൽ വരുന്നു. പുഴു അഥവാ ലാർവ വെളിയിൽ വരുന്നു. ലാർവ നിശ്ചിത കാലയളവ് ഫീഡ് ചെയ്തതിന് ശേഷം ലാർവകൾ പ്യൂപ്പേറ്റ് ചെയ്യുന്നു, സമാധിയിരിക്കുന്നു. ആ നിശ്ചിത പ്യൂപ്പേഷൻ പീരീഡ് അഥവാ സമാധി കാലയളവിന് ശേഷം ഈ പ്യൂപ്പയിൽ നിന്നും ശലഭം വെളിയിൽ വരുന്നു. ഈ ശലഭങ്ങളിൽ പെൺശലഭങ്ങളും ആൺശലഭങ്ങളും ഉണ്ടാവാം. അവ മീറ്റ് ചെയ്തതിന് ശേഷം പെൺശലഭങ്ങൾ വീണ്ടും മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞ് ലാർവ അഥവാ പുഴുക്കൾ വരുന്നു. ഈ പുഴുക്കൾ നിശ്ചിത കാലയളവ് ഫീഡ് ചെയ്തതിന് ശേഷം അവ വീണ്ടും പ്യൂപ്പേറ്റ് ചെയ്യുന്നു. പ്യൂപ്പേഷൻ കാലയളവിന് ശേഷം ശലഭങ്ങൾ വെളിയിൽ വരുന്നു. ഇങ്ങനെ ജീവിത ചക്രത്തിൽ വ്യത്യസ്തമായ
മെറ്റമോർഫോസിസ്, മെറ്റാമോർഫോസിസ്, ഇങ്ങനെ വിവിധ തരം മെറ്റാമോർഫിസുകളാണ്. അതിൽ നമ്മൾ അത്ര വിശദമായിട്ട് നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഷഡ്പദങ്ങൾ അവയുടെ ജീവിതചക്രത്തിൽ വ്യത്യസ്തമായ വളർച്ചാഘട്ടങ്ങൾ, മുട്ട, പുഴു, സമാധി, ശലഭം എന്നിങ്ങനെ വ്യത്യസ്തമായ വളർച്ചാഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേജർ ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പ്സ്. പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പുകൾ 5 തരമാണ്. അതിലൊന്നാണ് ബീറ്റിൽസ് ആൻഡ് വീവിൾസ്, വേറെ ഒന്ന് മോസ് ആൻഡ് ബട്ടർഫ്ലൈസ്. ബീറ്റിൽസ് ആൻഡ് വീവിൾസ് എന്ന് പറഞ്ഞാൽ ചെല്ലികൾ, മോസ് ആൻഡ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളും. ഫ്ലൈസ്, ഈച്ചകൾ. നെക്സ്റ്റ് ഈസ് ഹെമിപ്റ്ററൻസ് ലൈക്ക് ബഗ്സ്, എഫിഡ്സ് ആൻഡ് ഹോപ്പേഴ്സ്, നീര് വലിച്ചു കുടിക്കുന്ന ബഗുകൾ, എഫിഡുകൾ, ഹോപ്പറുകൾ. ത്രിപ്സ്, ഇലപ്പേനുകൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങളാണ് ഉള്ളത്. അവയോരോന്ന് നമുക്ക് നോക്കാം. ബീറ്റിൽസ് ആൻഡ് വീവിൾസ് അഥവാ ചെല്ലികൾ. ഇവ കൊളിയോപ്റ്ററ എന്ന ഓർഡറിലാണ് ഇവ ഉൾപ്പെടുന്നത്. നമ്മുടെ ഇൻസെക്ട എന്ന ക്ലാസ്സിൽ കൊളിയോപ്റ്ററ എന്ന ഓർഡറിലാണ് ബീറ്റിൽസ് ആൻഡ് വീവിൾസ് ഉൾപ്പെടുന്നത്. ഇവയെ നമുക്ക് തിരിച്ചറിയാനുള്ള പ്രധാന ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇവയുടെ ഒന്നാമത്തെ ജോഡി ചിറകുകൾ എലൈട്ര എന്ന വളരെ കട്ടിയുള്ള ഒരു ആവരണമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പുറം ചട്ട വളരെ കട്ടിയുള്ളതാണ്. അതാണ് ഇവയെ നമുക്ക് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട സ്വഭാവം. ബീറ്റിൽസും വീവിൾസും തമ്മിലുള്ള വ്യത്യാസം. വീവിൾസിന് ഇവയുടെ ഹെഡ് പോർഷണൽ സ്നൗട്ട് എന്ന് പറയുന്ന കൊമ്പ് പോലത്തെ ഒരു ഭാഗം ഉണ്ടാകും. അതാണ് വീവിൾസിനെ ബീറ്റിൽസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബീറ്റിൽ നമ്മുടെ തെങ്ങിൻ്റെ കൊമ്പൻ ചെല്ലി അഥവാ റൈനോസറസ് ബീറ്റിലിൻ്റെ പടമാണ് നമ്മളിവിടെ ബീറ്റിലിൻ്റെ പടമായിട്ട് കൊടുത്തിരിക്കുന്നത്. തെങ്ങിൻ്റെ കൊമ്പൻ ചെല്ലി നിങ്ങൾക്കറിയാമല്ലോ. തെങ്ങോലകളിൽ ത്രികോണാകൃതിയിൽ ഇങ്ങനെ ഇല വെട്ടി ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണഫലമായിട്ടാണ്. അതുപോലെ തന്നെ തെങ്ങിൽ തന്നെ റെഡ് പാം വീവിൾ അഥവാ ചെമ്പൻ ചെല്ലിയുടെ പടമാണ് വീവിൾ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തെങ്ങിലെ തടിയിലും തെങ്ങിലെ തലപ്പിലുമൊക്കെ ശുഷ്രങ്ങൾ കാണപ്പെടുകയും ആ ശുഷ്രങ്ങൾ കൂടെ ഒരു ദ്രാവകം വെളിയിലേക്ക് വരികയും അല്ലെങ്കിൽ നാരുകൾ വെളിയിലേക്ക് വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അത് തെങ്ങിലെ റെഡ് പാം വീവിൾ അഥവാ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണഫലമായിട്ടാണ്. അപ്പം ഈ ചെല്ലികൾ നമ്മുടെ വാഴയിലെ തണ്ട് തുരക്കുന്നു എന്ന സ്യൂഡോസ്റ്റം വീവിൾ, വാഴയുടെ റൈസം വീവിൾ, ഇവയൊക്കെ എന്നാണ് വീവിൾസ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങളാണ്. ഇനി ഈ ബീറ്റിൽസ് ആൻഡ് വീവിൾസ് അഥവാ ചെല്ലികളുടെ സ്വഭാവ സവിശേഷത എന്താണ്? ഇവയുടെ മൗത്ത് പാർട്സ് എങ്ങനെയുള്ളതാണ്? ഇവയുടെ പുഴുവിനും ഇവയുടെ അഡൾട്ടിനും, അതായത് പുഴുവിനും ശലഭത്തിനും ഒരേ തരം മൗത്ത് പാർട്സ് ആണുള്ളത്. അതായത് ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് മൗത്ത് പാർട്സ്, അതായത് കടിച്ച് ചവച്ചരച്ച് തിന്നാനുള്ള ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് ഇവയുടെ പുഴുവിനും ഇവയുടെ അഡൾട്ടിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഫീഡിങ് ഹാബിറ്റ് ച്യൂവിങ് ടൈപ്പാണ്. ച്യൂവിങ് ആണ് ഇവയുടെ ഫീഡിങ് ഹാബിറ്റ്. ചവച്ചരച്ച് നിന്ന് ഫീഡിങ് ഹാബിറ്റാണ് ഇവയ്ക്കുള്ളത്. ഇനി ഇവയുടെ ഏതൊക്കെ സ്റ്റേജിൽ വിളകളെ ആക്രമിക്കുന്നു? ഇവയുടെ അഡൾട്ടും ലാർവയും, അതായത് ഇവയുടെ ശലഭവും പുഴുവും വിളകളെ ആക്രമിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പാണ് മോസ് ആൻഡ് ബട്ടർഫ്ലൈസ്, നിശാശലഭങ്ങളും ചിത്രശലഭങ്ങൾ. ഇവ ലെപ്പിഡോപ്റ്ററ എന്ന ഓർഡറിലാണ് ഉൾപ്പെടുന്ന ഇൻസെക്ട എന്ന ക്ലാസ്സിൽ. ലെപ്പിഡോപ്റ്ററ എന്ന ഓർഡറിലാണ് മോസ് ആൻഡ് ബട്ടർഫ്ലൈസ് അഥവാ നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളും ഉൾപ്പെടുന്നത്. ഇവയെ നമുക്ക് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഇവയുടെ സ്വഭാവം എന്താണ്? ഇവയുടെ ചിറകുകളിൽ എന്താണ് വളരെ ടൈനി സ്കെയിൽസ്, അതായത് ചെതുമ്പൽ പോലത്തെ പൊടികൾ പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. മോസ് ആൻഡ് ബട്ടർഫ്ലൈസ് നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളും. ഈ വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ നമ്മുടെ നെല്ലിലെ തണ്ടുതുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു, കുഴൽപ്പുഴു. നെല്ലിൻ്റെ തണ്ട് തുരന്ന് കാണപ്പെടും. ഇലചുരുട്ടിപ്പുഴു ഇല റോഡ് പോലെ ചുരുട്ടി അതിനകത്തിരുന്ന് ഫീഡ് ചെയ്യുന്നു. കേസ് വേം, അതായത് ഇലേനെ വെട്ടി കുഴലുണ്ടാക്കിയിട്ട് അതിൽ തൂങ്ങിക്കിടന്ന് ഫീഡ് ചെയ്യുന്നതാണ് കേസ് വേം. അതുപോലെ തന്നെ പട്ടാളപ്പുഴു, ഇലയെല്ലാം പെട്ടെന്ന് തിന്നി നീർക്കുന്ന നെല്ലിലെ പ്രധാനപ്പെട്ട കീടമാണ് പട്ടാളപ്പുഴു. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഇലയുടെ അടിയിലിരുന്ന് ഹരിതകം തിന്നുന്ന കോക്കനട്ട് കാറ്റർപില്ലർ. ഇങ്ങനെയുള്ള വിവിധ തരം കീടങ്ങൾ ഈ മോത്ത് ആൻഡ് ബട്ടർഫ്ലൈ അഥവാ നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളും വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയുടെ മൗത്ത് പാർട്സ് എന്നുള്ളതാണ്. ഈ നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്. ഈ ലാർവ അഥവാ പുഴുക്കൾ വിളകളെ ആക്രമിക്കുന്ന അവയുടെ മൗത്ത് പാർട്സ് ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പാണ്. കടിച്ച് ചവച്ചരച്ച് തിന്നുന്ന മൗത്ത് പാർട്സ് ആണ് ഇവയുടെ ലാർവകൾ അഥവാ പുഴുക്കൾക്ക് ഉള്ളത്. എന്നാൽ ഇവയുടെ അഡൾട്ട്സിന് സിഫണിങ് എന്ന തരം
മൗത്ത് പാർട്സാണ്. സിഫണിങ് എന്ന് പറഞ്ഞാൽ ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു കുഴൽ പോലത്തെ മൗത്ത് പാർട്സാണ് സിഫണിങ്. ഈ സിഫണിങ് എന്ന് പറയുന്ന ഈ കുഴൽ ഉപയോഗിച്ചുകൊണ്ട് പൂവിൽ നിന്നും തേൻ വലിച്ചു കുടിക്കാൻ വേണ്ടിയാണ് ഈ സിഫണിങ് മൗത്ത് പാർട്സ് ഇവയുടെ അഡൽട്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയുടെ ലാർവയുടെ മൗത്ത് പാർട്സ് ബൈറ്റിങ് ആൻഡ് ച്യൂവിങ്ങും ഇവയുടെ അഡൽട്സ് അഥവാ ശലഭങ്ങളുടെ മൗത്ത് പാർട്സ് സിഫണിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ അഡൽട്സിൻ്റെ ഫീഡിങ് ഹാബിറ്റ് സക്കിങ്ങും നീര് വലിച്ചു കുടിക്കുന്ന തരത്തിലുള്ളതും എന്നാൽ ഇവയുടെ ലാർവയുടെ ഫീഡിങ് ഹാബിറ്റ് ച്യൂവിങ്ങും ചവച്ചരച്ച് തിന്നുന്ന തരത്തിലുള്ളതുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും ലാർവ അഥവാ പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പാണ് ഫ്ലൈസ് അഥവാ ഈച്ചകൾ. ഫ്ലൈസ് അഥവാ ഈച്ചകൾ. ഈ ഫ്ലൈസ് അഥവാ ഈച്ചകൾ വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മുടെ മാങ്ങ അഥവാ മാംഗോ ഫ്രൂട്ടിനകത്ത് ചില പുഴുക്കളിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പഴയിച്ചയാണ്, മാംഗോയുടെ പഴയിച്ച. അത് പ്രധാനപ്പെട്ട ഫ്ലൈസ് വിഭാഗത്തിൽപ്പെടുന്നൊരു കീടമാണ്. പിന്നെ നമ്മൾ വിട്രഗോണും സ്നേക്ക് ഗോണും, പാവലും പടവലും ഒക്കെ മൂപ്പത്തിന് മുമ്പ് പഴുത്ത് പോകുന്ന കണ്ടിട്ടുണ്ടോ? പഴുത്ത് ചീഞ്ഞു പോകുന്ന, അത് നമ്മൾ വെള്ളരി വർഗ്ഗ പച്ചക്കറികളെ ആക്രമിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈ ആണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നെല്ലിൻ്റെ മധ്യഭാഗത്ത് കുഴലുകൾ പോലെ വരുന്ന സിൽവർ ഷൂട്ട് എന്ന ആ ലക്ഷണത്തിന് കാരണമാകുന്ന ഗാളീച്ചകൾ, നെല്ലിലെ ഗാളീച്ചകൾ, ഇവയൊക്കെ എന്താണ് ഫ്ലൈസ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഫ്ലൈസ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങൾ ഇവയൊക്കെ എന്താണ്? ഇവയുടെ ലാർവകൾ, ഇവയുടെ പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്. ഇവയുടെ പുഴുക്കൾക്ക് എന്താണ്? ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. കടിച്ച് ചവച്ചരച്ച് തിന്നാൻ പാകത്തിനുള്ള ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് ഇവയുടെ പുഴുക്കൾക്ക് ഉള്ളത്. എന്നാൽ ഇവയുടെ അഡൾട്ട്സിന് വ്യത്യസ്ത തരം മൗത്ത് പാർട്സ് ഉണ്ട്. സ്പോഞ്ചിങ് ടൈപ്പ്, പിയേഴ്സിങ് ആൻഡ് സക്കിങ് പോലുള്ള വിവിധ തരം മൗത്ത് പാർട്സ് വിവിധ ജീനസിൽപ്പെട്ട അഡൾട്ട്സ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവയുടെ ലാർവയുടെ മൗത്ത് പാർട്സിന്, ലാർവയ്ക്ക് മാഗട്ട് എന്നാണ് നമ്മൾ പറയുന്നത്, ലാർവയുടെ മൗത്ത് പാർട്സ് ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പാണ്. ഇവയുടെ ലാർവ അഥവാ പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്. ഇവയുടെ ശലഭങ്ങളുടെ ഫീഡിങ് ഹാബിറ്റ് സക്കിങ് അഥവാ നീര് വലിച്ചു കുടിക്കുന്ന തരത്തിലുള്ള ഫീഡിങ് ഹാബിറ്റ്. എന്നാൽ ഇവയുടെ ലാർവ അഥവാ പുഴുക്കളുടെ ഫീഡിങ് ഹാബിറ്റ് ച്യൂവിങ് അഥവാ കടിച്ച് ചവച്ചരച്ച് തിന്നുന്ന ഫീഡിങ് ഹാബിറ്റാണ്. ഇവയുടെ ഏത് സ്റ്റേജാണ് വിളകളെ ആക്രമിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. ഈ ഫ്ലൈസ് അഥവാ ഈച്ചകളുടെ ലാർവകൾ അഥവാ പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്. അടുത്ത വിഭാഗം ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പാണ് ഹെമിപ്റ്ററൻസ് ലൈക്സ് ബഗ്സ്, എഫിഡ്സ് ആൻഡ് ഹോപ്പേഴ്സ്. അതായത് നീര് വലിച്ചു കുടിക്കുന്ന ഹെമിപ്റ്ററ എന്ന ഓർഡറിൽപ്പെടുന്ന ബഗുകൾ, എഫിഡ്സ് മുഞ്ഞകൾ, ഹോപ്പേഴ്സ് ഇവയൊക്കെ എന്താണ്? ഈ വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങളാണ്. അപ്പം ഇവയുടെ പ്രത്യേകത എന്താണ്? എന്താണ് ഹെമിപ്റ്ററൻസിൻ്റെ ആയിട്ടുള്ള ബഗ്സ്, എഫിഡ്സ്, ഹോപ്പേഴ്സ് ഈ വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങളുടെ ലാർവയും അഡൽട്ടും വിളകളെ ആക്രമിക്കുന്നു. ഇവയുടെ ലാർവയും അഡൽട്ടും വിളകളെ ആക്രമിക്കുന്നു. ഇവയുടെ ലാർവയ്ക്കും അഡൽട്ടിനും പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. സസ്യഭാഗങ്ങൾ കുത്തിയിറക്കി നീര് വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ലാർവയുടെയും അഡൽട്ടിൻ്റെയും ഫീഡിങ് ഹാബിറ്റ് സക്കിങ് ടൈപ്പ് ഫീഡിങ് ഹാബിറ്റാണ്, നീര് വലിച്ചു കുടിക്കുന്ന ഫീഡിങ് ഹാബിറ്റാണ്. ഇനി ഇവയുടെ ഏതൊക്കെ സ്റ്റേജ് വിളകളെ ആക്രമിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ലാർവയും അഡൽട്ടുമാണ് വിളകളെ ആക്രമിക്കുന്നത്. ഏതൊക്കെ ബഗ്സ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങൾ? റൈസിലെ നെല്ലിലെ ബഗ് അല്ലേ? നമ്മൾ നെൽവയലിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു ദുസ്സഹമായ മണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ റൈസ് ബഗിൻ്റെ ആക്രമണം ഉണ്ടെന്നാണ്. അപ്പോൾ നെല്ലിൻ്റെ നെൽമണികളിൽ നിന്നും ഇവിടുന്ന് മിൽക്ക് വലിച്ചു കുടിക്കുന്ന റൈസ് ബഗ്, പിന്നെ ബഗിൻ്റെ ആക്രമണം. പിന്നെ നമ്മൾ എവിടെ കാണുന്നത്? നമ്മുടെ കൗപ്പി അല്ലേ? നമ്മൾ കൗപ്പിയിലൊക്കെ കാണപ്പെടുന്ന പോഡ് ബഗ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കശുമാവിൻ്റെ ആക്രമിക്കുന്ന ടീ മോസ്കിറ്റോ ബഗ്, ഇവയൊക്കെ എന്താണ്? ഈ ബഗ്സ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എഫിഡ്സിൻ്റെ പടം നമ്മളവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ ഉണ്ട പോലെ ഇരിക്കുന്നത് അല്ലേ? നമ്മൾ കൗപ്പി അഥവാ അച്ചിങ്ങപ്പയറൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നിന്നാണ് അവയുടെ തണ്ടയിൽ കറുത്ത ഉണ്ട പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത് എഫിഡ്സ് ആണ് അഥവാ മുഞ്ഞകളാണ്. പിന്നെ ഹോപ്പേഴ്സ് നമ്മൾ നെല്ലിലെ തണ്ടിൽ ഇരുന്ന് നീര് വലിച്ചു കുടിക്കുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ അഥവാ തവിട്ട് തുള്ളൻ, അതൊക്കെ ഹോപ്പേഴ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇൻസെക്ട് പെസ്റ്റ് ഗ്രൂപ്പ്സാണ് ഇത് ത്രിപ്സ് അഥവാ ഇലപ്പേനുകൾ. ഈ ത്രിപ്സ് അഥവാ
ഇലപ്പേനുകൾ. അപ്പോൾ വളരെ ചെറിയ ജീവികളാണ്. നമ്മൾ പേനിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള വളരെ ചെറിയ ജീവികളാണ് ത്രിപ്സ് അഥവാ ഇലപ്പേനുകൾ. അപ്പോൾ എന്താണ് ഇവയുടെ ലാർവയും അഡൽട്ടും വിളകളെ ആക്രമിക്കുന്നു. ലാർവയുടെയും അഡൽട്ടിൻ്റെ മൗത്ത് പാർട്സ് റാസ്പിംഗ് ആൻഡ് സക്കിങ് എന്ന് പറയുന്ന ഒരു മൗത്ത് പാർട്സാണ്. അതായത് സസ്യഭാഗങ്ങളിൽ ചുരണ്ടുകയും ചുരണ്ടുന്നതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് എക്സുഡേറ്റ് വരുന്ന ദ്രാവകം സക്ക് ചെയ്ത് കുടിക്കുകയും ചെയ്യുന്ന റാസ്പിംഗ് ആൻഡ് സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സാണ് ഇവയുടെ ലാർവയ്ക്കും അഡൽട്ടിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലാർവയുടെയും അഡൽട്ടിൻ്റെയും ഫീഡിങ് ഹാബിറ്റാണ്. അതുപോലെ ഇവയുടെ വിളകളെ ആക്രമിക്കുന്ന സ്റ്റേജ് ഏതാണ്? ഇവയുടെ ലാർവയും അഡൽട്ടും വിളകളെ ആക്രമിക്കുന്നു. ഈ ത്രിപ്സ് വിഭാഗത്തിൽപ്പെടുന്ന കീടങ്ങൾ ഏതൊക്കെ വിളകളിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കും? റൈസിലുണ്ട് റൈസ് ത്രിപ്സ് അല്ലേ. റൈസിൻ്റെ ഇലയുടെ അഗ്രഭാഗം സൂചി പോലെ ചുരുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ത്രിപ്സിൻ്റെ ആക്രമണം ഉണ്ടെന്നാണ്. അതുപോലെ ത്രിപ്സിൻ്റെ ആക്രമണം നമ്മൾ പച്ചമുളക് നമുക്ക് ത്രിപ്സിൻ്റെ ആക്രമണം കാണാൻ, അതുപോലെ ഏലം, അതിലൊക്കെ നമുക്ക് ഈ ത്രിപ്സിൻ്റെ ആക്രമണം നമുക്ക് കാണാൻ സാധിക്കും. ഡാമേജസ് കോസ്ഡ് ബൈ ദി ചൂവിങ് ഇൻസെക്ട്സ്, അതായത് ചൂവിങ് ഇൻസെക്ട്സ്, കടിച്ച് ചവച്ചരച്ച് തിന്നുന്ന സ്വഭാവമുള്ള ചൂവിങ് ഇൻസെക്ട്സ് കാണിക്കുന്ന ഡാമേജുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ചൂവിങ് ഇൻസെക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ബീറ്റിൽസ് ആൻഡ് വീവിൾസ് വരും അല്ലേ. അപ്പോൾ ചൂവിങ് ഇൻസെക്ട്സ് ആണ്. പിന്നെന്താണ് നമ്മുടെ മോസ് ആൻഡ് ബട്ടർഫ്ലൈസിൻ്റെ അവയുടെ ലാർവ ചൂവിങ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈസിൻ്റെ ലാർവയും ചൂവിങ് ഇൻസെക്ട്സ് ആണ് അല്ലേ. അപ്പം ബീറ്റിൽസ് ആൻഡ് വീവിൾസിൻ്റെ ലാർവയും അഡൽട്ടും വിളകളെ ആക്രമിക്കുന്നവ ചൂവിങ് ഇൻസെക്ട്സ് ആണ്. അതുപോലെ തന്നെ മോസ് ആൻഡ് ബട്ടർഫ്ലൈസ്, നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നത്, അവ ചൂവിങ് ഇൻസെക്ട്സ് ആണ്. അതുപോലെ തന്നെ ഫ്ലൈസിൻ്റെ പുഴുക്കളാണ് വിളകളെ ആക്രമിക്കുന്നവ ചൂവിങ് ഇൻസെക്ട്സ്. അപ്പോൾ ഈ ചൂവിങ് ഇൻസെക്ട്സിൻ്റെ ആക്രമണം മൂലമുള്ള ആക്രമണ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്രമണം ഏതാണ്? ഡീഫോളിയേഷൻ, ഇല തിന്നുന്നു അല്ലേ. അപ്പോൾ ഇല തിന്നുന്ന ഡീഫോളിയേഷൻ, ഇല മൊത്തത്തിൽ തിന്നുന്നു. അപ്പോൾ അവിടെ ഉദാഹരണമായിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ നെല്ലിലെ പട്ടാളപ്പുഴുവിൻ്റെ പടമാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പട്ടാളപ്പുഴു എന്നാണ് ഇല തിന്നുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പടത്തിൽ എന്താണ് ഇല തിന്നുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ച് ഭാഗം ഇല തിന്നിട്ട് കാണുന്നു. അടുത്ത പടത്തിൽ എന്താണ് നമ്മുടെ നെല്ലിലെ തണ്ടുകൾ മാത്രമേ കാണുന്നു, ഇല മൊത്തം അവ തിന്നി തീർത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഡീഫോളിയേഷൻ, ഇല തിന്നുന്നു. അതെന്നാണ് നമ്മുടെ ചൂവിങ് ആൻഡ് ബൈറ്റിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ഉള്ള അല്ലെങ്കിൽ ചൂവിങ് ഫീഡ് ഹാബിറ്റുള്ള കീടങ്ങളുടെ ഒരു ഡാമേജാണ്. വേറെ ഒരെണ്ണമാണ് സ്കെലട്ടനൈസേഷൻ എന്ന് പറയുന്നതാണ് ഇലയിലെ ഹരിതകം കാർന്ന് തിന്നുന്നതിൻ്റെ ഫലമായി അവിടുത്തെ ഞരമ്പുകൾ മാത്രം തെളിഞ്ഞു വരുന്ന ആ ലക്ഷണത്തിനാണ് നമ്മൾ സ്കെലട്ടനൈസേഷൻ എന്ന് പറയുന്നത്. സ്കെലട്ടനൈസേഷൻ്റെ ഉദാഹരണം നമ്മുടെ വഴുതനയും പച്ചക്കറികളിലുമൊക്കെ ഇലയുടെ മേളിലിരുന്നു കൊണ്ട് ഹരിതകം തിന്നുന്ന നമ്മുടെ ആമവണ്ട് അഥവാ എപ്പിലാക്കിന ബീറ്റിൽ അഥവാ ലേഡി ബേർഡ് ബീറ്റിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ പടമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുഴുവും അഡൽട്ടും അവിടെ ഫീഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് അവ ഹരിതകം തിന്നുന്നതിന് ഫലമായിട്ട് അവിടെ ഞരമ്പുകൾ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ ഒരു തരം ഡാമേജാണ് ലീഫ് റോളിങ്, ഇല ചുരുട്ടുക. ലീഫ് റോളിങ് അഥവാ ഇല ചുരുട്ടൽ, അതും ഇതേപോലെ ചൂവിങ് ആൻഡ് ബൈറ്റിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ഉള്ള കീടങ്ങൾ നടത്തുന്ന ഒരു ആക്രമണമാണ്. അത് നമ്മളവിടെ നമ്മുടെ വെണ്ടയുടെ ഇല ഇതേപോലെ കോണാകൃതിയിൽ ചുരുണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് അവിടെ സൈലപ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാറ്റർപില്ലറിൻ്റെ ആക്രമണ ഫലമായിട്ടാണ്. അതുപോലെ നമ്മുടെ നെല്ലിൻ്റെ ഇല ഇതേപോലെ ചുരുണ്ടിരിക്കുന്ന ലീഫ് റോളർ അല്ലേ. ലീഫ് റോളർ ഓഫ് റൈസിൻ്റെ ലീഫ് റോളർ ഓഫ് ബിൻഡി, വെണ്ടയുടെ ലീഫ് റോളർ, അവയൊക്കെ ഈ ലീഫ് റോളിങ്ങിന് ഉദാഹരണമാണ്. വേറെ ഒരെണ്ണമാണ് ലീഫ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഇലയുടെ അപ്പർ സർഫസിനും ലോവർ സർഫസിനും ലീഫ് ലാമിനയുടെ അപ്പർ സർഫസിനും ലോവർ സർഫസിനും ഇടയിൽ കൂടെ ഫീഡ് ചെയ്യുന്ന പോകുന്ന തരം ഡാമേജാണ് ലീഫ് മൈനിങ്. വേറെ ഒരു തരം ഡാമേജാണ് ബോറിങ്, തുരന്നു കയറുക. സസ്യഭാഗങ്ങളിലേക്ക് തുരന്നു കയറുന്ന എന്നാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോർ ഓഫ് ബിൻഡി, വെണ്ടയുടെ തണ്ടും കായും തുരക്കുന്ന പുഴു. അതുപോലെ ബ്രിഞ്ചാളിൻ്റെ തണ്ടും കായും തുരക്കുന്ന പുഴുവുണ്ട്, ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോർ ഓഫ് ബ്രിഞ്ചാൾ അല്ലെങ്കിൽ വഴുതന. പിന്നെ സ്റ്റെം ബോർ ഓഫ് റൈസിൻ്റെ തണ്ടുതുരപ്പൻ അല്ലേ. ഇവയൊക്കെ വിവിധ തരം ബോറിങ് തുരന്നു കയറുന്ന കീടങ്ങൾക്ക് ഉദാഹരണം. അതുപോലെ തന്നെ തെങ്ങിൻ്റെ റെഡ് പാം ബേബിൾ അല്ലേ, തടിയും തലപ്പുമൊക്കെ തുരന്ന റെഡ് പാം ബേബിൾ. അതുപോലെ തന്നെ നമ്മുടെ
വാഴയുടെ തണ്ട് തുരക്കുന്ന സ്യൂഡോസ്റ്റം വീബിൾ, വാഴയുടെ റൈസം വീബിൾ അഥവാ മാണവണ്ട, ഇവയൊക്കെ എന്താണ് ബോറി ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഡാമേജസ് കോസ് ബൈ ദ സക്കിങ് ഇൻസെക്ട്സ്, നീര് വലിച്ചു കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അതിൽ നിന്നാണ് സ്പോട്ടിങ്. നമ്മൾ ഈ ഫിഡ്സും അങ്ങനെയുള്ള ബഗ്സൊക്കെ നീര് വലിച്ചു കുടിക്കുന്ന ഫലമായിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകൾ പോലെ ഇലയിൽ കാണപ്പെടുന്ന സ്പോട്ടിങ്. വേറെ ഒരെണ്ണമാണ് ലീഫ് കെയിലിംഗ് ഓർ പക്കറിങ്, അല്ലേ? നമ്മൾ ത്രിപ്സും എഫിഡ്സും ഒക്കെ ആക്രമിക്കുന്ന ഫലമായിട്ട് ഇല ഇതേപോലെ കേൾ ചെയ്ത് വരുന്നു, പക്കർ ചെയ്ത് വരുന്നു, ചുരുണ്ട് വരുന്ന അല്ലെങ്കിൽ വളഞ്ഞു വരുന്ന ആ ലക്ഷണമാണ് ലീഫ് കെയിലിംഗ് ഓർ പക്കറിങ്. അല്ലെങ്കിൽ സ്വെല്ലിങ്സ് ഓർ ഗോൾ ഫോർമേഷൻ. നമ്മൾ എഫിഡ്സിൻ്റെ ആക്രമണ ഫലമായിട്ട് ഇലയിലൊക്കെ ഗോൾസ് അഥവാ സ്വെല്ലിങ്സ് കാണപ്പെടുന്നതാണ് സ്വെല്ലിങ്സ് അഥവാ ഗോൾ ഫോർമേഷൻ. ഇവയൊക്കെ എന്താണ്? നമ്മൾ സക്കിങ് ഇൻസെക്ട്സ് മൂലം നീര് വലിച്ചു കുടിക്കുന്ന കീടങ്ങൾ മൂലം ഉണ്ടാകുന്ന വിവിധ ലക്ഷണങ്ങളാണ്. ഇനി ഡിസീസ്. എന്താണ് ഡിസീസ് അഥവാ രോഗമെന്ന് പറഞ്ഞാൽ? എനി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് ഇൻ പ്ലാന്റ് ഈസ് കോൾഡ് ഡിസീസ്. ജീവികളുടെ ശരീരശാസ്ത്ര ധർമ്മപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന ഏത് സാഹചര്യത്തെയും നമ്മൾ ഡിസീസ് അഥവാ രോഗം എന്നാണ് പറയുന്നത്. പാത്തോജൻസ്. എന്താണ് പാത്തോജൻസ് അഥവാ രോഗാണുക്കൾ? ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾക്കാണ് നമ്മൾ പാത്തോജൻസ് അഥവാ രോഗാണുക്കൾ എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പാത്തോജൻസ് ആർ ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, മൈക്കോപ്ലാസ്മ. കുമിളുകൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, മൈക്കോപ്ലാസ്മകൾ ഇവയൊക്കെയാണ് വിവിധ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ. അപ്പോൾ ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ നെല്ലിലെ ബ്ലാസ്റ്റ്, ഷീത്ത് ബ്ലൈറ്റ് പോലുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിലെ ബഡ് റോട്ട്, ലീഫ് റോട്ട്, സ്റ്റെം ബ്ലീഡിങ് പോലുള്ള രോഗങ്ങൾ, റബ്ബറിലെ അബ്നോർമൽ ലീഫ് ഫോള്, പൗഡറി മിൽഡ്യൂ പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നെല്ലിലെ ബാക്ടീരിയൽ വാട്ടരോഗം. അതുപോലെ തന്നെ നമ്മുടെ വഴുതനവർഗ പച്ചക്കറികളിലെ വാട്ടരോഗം. ഇവയൊക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നെല്ലിലെ ഗ്രാസി സ്റ്റണ്ട്, ടുങ്ക്രു, പച്ചക്കറികളെ, മരച്ചീനി, ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന മൊസൈക്ക് രോഗങ്ങൾ. ഇവയൊക്കെ എന്താണ് വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. മൈക്കോപ്ലാസ്മ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ തെങ്ങിലെ റൂട്ട് വിൽറ്റ് അഥവാ കാറ്റ് വീഴ്ച രോഗം, ബ്രിഞ്ചാൾ അഥവാ വഴുതനയിലെ ലിറ്റിൽ ലീഫ് രോഗമൊക്കെ എന്താണ് മൈക്കോപ്ലാസ്മ മൂലമുള്ള രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ജനറൽ സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. സസ്യരോഗങ്ങൾ മൂലമുള്ള പ്രധാനപ്പെട്ട സിംറ്റംസ് രോഗലക്ഷണങ്ങൾ. സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസ് മേ ബി അപ്പിയർ ഓൺ ലീവ്സ്, ട്വിഗ്സ്, സ്റ്റെംസ്, റൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ് സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസ് മേ അപ്പിയർ ഓൺ? സസ്യങ്ങളുടെ രോഗങ്ങൾ മൂലമുള്ള രോഗലക്ഷണങ്ങൾ നമുക്ക് ലീവ്സ് ഇലകൾ, ട്വിഗ്സ് ചില്ലകളിൽ, അതുപോലെ തന്നെ സ്റ്റെംസ് ഇവയുടെ തണ്ടുകളിൽ, റൂട്ട്സ് വേരുകളിൽ, ഫ്ലവേഴ്സ് പൂക്കളിൽ, ഫ്രൂട്ട്സ് പഴങ്ങളിലൊക്കെ ഇവയുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തൊക്കെയാണ് വിവിധ രോഗലക്ഷണങ്ങൾ? ഏതൊക്കെയാണ്? ക്ലോറോസിസ് അഥവാ യെലോവിങ്. ക്ലോറോസിസ് അഥവാ യെലോവിങ്. Leaves and other parts of the affected plants become pale green or yellow due to the destruction of chlorophyll. അപ്പോൾ എന്താണ്? ലീവ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ അഫക്റ്റഡ് പ്ലാന്റ്സ്, സസ്യങ്ങളുടെ ഇലയും മറ്റ് രോഗബാധിതമായ ഭാഗങ്ങളും ബിക്കം പെയിൽ ഗ്രീൻ അവ ഇളം പച്ച നിറമാകുക, ഓർ യെല്ലോ മഞ്ഞ നിറമാകുന്നു, ഡ്യൂ ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ അഥവാ ഹരിതകം നശിച്ചു പോകുന്നത് മൂലം ഇലയുടെയും അല്ലെങ്കിൽ മറ്റ് സസ്യഭാഗങ്ങളുമൊക്കെ ഇളം പച്ച നിറമോ അല്ലെങ്കിൽ മഞ്ഞ നിറമോ ആകുന്ന ലക്ഷണങ്ങൾക്കാണ് നമ്മൾ ക്ലോറോസിസ് അഥവാ യെലോവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണം കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ നെല്ലിലെ ടുങ്ക്രു രോഗം അല്ലെങ്കിൽ നെല്ലിലെ ഗ്രാസിസ്റ്റൻ്റ് രോഗങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഈ ക്ലോറോസിസ് അഥവാ യെലോവിങ് ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ ഒരു രോഗലക്ഷണമാണ് മൊസൈക്ക്. അണ്ടർ ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലോറോഫിൽ റിസൾട്ടിങ് ഇൻ ദ ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഗ്രീൻ പാച്ചസ് എന്നാണ്. ക്ലോറോഫിൽ അഥവാ ഹരിതകം ഇലയിൽ ഒരേപോലെ വികാസം പ്രാപിക്കാതിരിക്കുക. അപ്പം ഇലയിൽ എന്താണ് ഒരേപോലെ വികാസം പ്രാപിക്കാതിരിക്കുമ്പോൾ വികാസം പ്രാപിച്ച ഭാഗങ്ങൾ പച്ചയായും അല്ലാത്ത ഭാഗങ്ങൾ മഞ്ഞയായിട്ടും കാണപ്പെടുന്ന ആ രോഗലക്ഷണത്തിനാണ് നമ്മൾ മൊസൈക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗോൾസ്.
ദിസ് റിഫേഴ്സ് ടു ഓവർ ഗ്രോത്ത് ആൻഡ് എൻലാർജ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ്. എന്നാൽ സസ്യഭാഗങ്ങളിൽ മുഴകൾ പോലെ കാണപ്പെടുന്ന രോഗലക്ഷണത്തിനാണ് നമ്മൾ ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്പോട്സ്. സ്പോട്സ് എന്നാണ് ഡെത്ത് ഓഫ് ടിഷ്യൂ ഇൻ ലിമിറ്റഡ് ഏരിയ. അപ്പോൾ എന്താണ് സസ്യഭാഗങ്ങളിൽ പുള്ളിക്കുത്തുകൾ അല്ലേ, പുള്ളിക്കുത്തുകൾ വളരെ ചെറിയ ചെറിയ വട്ടത്തിൽ ചെറിയ വട്ടത്തിൽ എന്താണ് സസ്യഭാഗങ്ങൾ നശിച്ചു കാണപ്പെടുന്ന സ്പോട്സ്. അതായത് സസ്യഭാഗങ്ങൾ ഇലയിലും മറ്റുമൊക്കെ എന്താണ് വളരെ ചെറിയ വിസ്തീർണത്തിൽ സസ്യഭാഗങ്ങൾ കരിഞ്ഞു കാണപ്പെടുന്നതിനാണ് നമ്മൾ സ്പോട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബ്ലൈറ്റ്. ബ്ലൈറ്റ് എന്നാണ് നെക്രോട്ടിക് ഏരിയാസ് ഈസ് എക്സ്റ്റെൻഡ് ടു എ ലാർജ് ഏരിയ. അപ്പോൾ എന്താണ് ഈ കരിച്ചുകൾ കൂടുതൽ വലിയ വിസ്തീർണത്തിൽ നമ്മൾ വ്യാപിച്ച് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്ലൈറ്റ് എന്ന് പറയുന്നു. ബ്ലൈറ്റ് ലക്ഷണങ്ങൾ നമ്മൾ നെല്ലിലെ ലീഫ് ബ്ലൈറ്റ് രോഗം എന്നാണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് രോഗമൊക്കെ ബ്ലൈറ്റിൻ ലക്ഷണങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ സ്പോട്ട് ലീഫ് സ്പോട്ടിന് ഉദാഹരണങ്ങൾ റൈസിലെ ബ്രൗൺ സ്പോട്ട്, അങ്ങനെ ഒരുപാട് സ്പോട്ട് രോഗങ്ങൾക്ക് ലീഫ് സ്പോട്ട് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ഈസ് ഡാമ്പിങ് ഓഫ്. ഡാമ്പിങ് ഓഫ് എന്നാണ് കൊളാപ്സ് ആൻഡ് ഡെത്ത് ഓഫ് യങ് സീഡ്ലിങ്സ് എന്നാണ്, തൈകൾ എന്നാണ് ചീഞ്ഞു പോകുന്ന രോഗത്തെയാണ് നമ്മൾ ഡാമ്പിങ് ഓഫ് എന്ന് പറയുന്നത്. അത് രണ്ട് തരം ഡാമ്പിങ് ഓഫ് ഉണ്ട്. പ്രീ എമർജൻറ്റ് ഡാമ്പിങ് ഓഫ് ഉണ്ട്, പോസ്റ്റ് എമർജൻറ്റ് ഡാമ്പിങ് ഓഫ് ഉണ്ട്. പ്രീ എമർജൻറ്റ് ഡാമ്പിങ് ഓഫ് എന്ന് പറഞ്ഞാൽ മണ്ണിനകത്ത് വെച്ച് തന്നെ മുളച്ച് വന്ന് തൈ ചീഞ്ഞു പോകുന്നതാണ് പ്രീ എമർജൻറ്റ് ഡാമ്പിങ് ഓഫ്. പോസ്റ്റ് എമർജൻറ്റ് ഡാമ്പിങ് ഓഫ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വെളിയിൽ വന്നതിന് ശേഷം ചുവട് ഭാഗം വെച്ച് തൈ ചീഞ്ഞു പോകുന്നതിനാണ് നമ്മൾ പോസ്റ്റ് എമർജൻറ്റ് ഡാമ്പിങ് ഓഫ് എന്ന് പറയുന്നത്. അടുത്തതാണ് റോട്ട് അഥവാ ചീയൽ രോഗം. എന്താണ് റോട്ട് അഥവാ ചീയൽ രോഗം? ഡീക്കേയിങ് ഓഫ് പ്ലാന്റ് പാർട്സ് സച്ച് എസ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പം നമ്മൾ ഇല, അതുപോലെ തന്നെ തണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ട്യൂബറുകളൊക്കെ ചീഞ്ഞു പോകുന്നതിനാണ് നമ്മൾ റോട്ട് അഥവാ ചീയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വിൽറ്റ് അഥവാ വാട്ടരോഗം. വാട്ടരോഗ ലക്ഷണം എന്താണ്? ഡ്രൈയിങ് ഓഫ് എൻറ്റയർ പ്ലാന്റ്, ലൂസ് ടർജിഡിറ്റി ആൻഡ് ഡ്രൂപ്പ്. എന്നാണ് ഈ വാട്ടരോഗം എന്നാണ് ഇവയുടെ വാസ്കുലർ ടിഷ്യൂസിനെയാണ് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇവയുടെ കണ്ടക്ഷൻ മെസ്സേജ് അഫക്റ്റ് ചെയ്യുന്ന ഫലമായിട്ട് എന്താണ് ചെടിയുടെ ടർജിഡിറ്റി, ദൃഢത നഷ്ടപ്പെടുകയും അതുവഴി ചെടി വാടുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ലക്ഷണത്തിനാണ് വിൽറ്റ് എന്ന് പറയുന്നത്, അഥവാ വാട്ടം എന്ന് പറയുന്നത്. അടുത്ത ഡൈബാക്ക്. ട്വിഗ്സ് ആൻഡ് യങ് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ഡ്രൈയിങ് ഫ്രം ടിപ്പ് ടു ഡൗൺവേഴ്സ് എന്നാണ്. ട്വിഗ്സിൻ്റെ അറ്റത്ത് നിന്നും, അതായത് ചില്ലകളുടെ അറ്റത്ത് നിന്നും പുറകോട്ട് കരിഞ്ഞുണങ്ങുന്ന ലക്ഷണത്തിനാണ് നമ്മൾ ഡൈബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മാംഗോയിലെ ഡൈബാക്ക് രോഗം. അടുത്തതാണ് മിൽഡ്യൂ. പൗഡറി ഓർ കോട്ടണി ഗ്രോത്ത് ഓൺ ഗ്രീൻ പ്ലാന്റ് പാർട്സ് എന്നാണ്. ചെടിയുടെ ഗ്രീൻ പ്ലാന്റ് പാർട്സ്, പ്രത്യേകിച്ച് ഇലകളിലൊക്കെ പൗഡർ ഇട്ട പോലോ അല്ലെങ്കിൽ പഞ്ഞി പോലത്തെ ഉള്ള ഗ്രോത്തുകൾ കാണപ്പെടുന്നതിനാണ് നമ്മളെന്താണ് മിൽഡ്യൂ രോഗം എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ്, പൗഡറി മിൽഡ്യൂ ആൻഡ് ഡൗണി മിൽഡ്യൂ. ഈ മിൽഡ്യൂ രോഗം രണ്ട് തരമുണ്ട്. പൗഡറി മിൽഡ്യൂവും ഉണ്ട്, ഡൗണി മിൽഡ്യൂ ഉണ്ട്. പൗഡറി മിൽഡ്യൂ അപ്പിയർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ അഫക്റ്റഡ് പ്ലാന്റ്. പൗഡറി മിൽഡ്യൂ രോഗം ഇലയുടെ മുകളിലും താഴെയും പൗഡർ ഇട്ട പോലെ അല്ലെങ്കിൽ പഞ്ഞി വളർച്ച പോലെ കാണപ്പെടുന്നു. വേറസ് ഡൗണി മിൽഡ്യൂ അപ്പിയേഴ്സ് ഓൺ ദ അണ്ടർ സർഫസ് ഓഫ് ദ ലീഫ്. എന്നാൽ ഡൗണി മിൽഡ്യൂ രോഗം ഇലയുടെ താഴെ മാത്രമേ പൗഡർ ഇട്ട പോലെ അല്ലെങ്കിൽ പഞ്ഞി വളർച്ച പോലെ കാണപ്പെടുന്നുള്ളൂ. പൗഡർ മിൽഡ്യൂവിൻ്റെ ലക്ഷണവും ഡൗണി മിൽഡ്യൂവിൻ്റെ ലക്ഷണവും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി വീഡ്, കളകൾ. എന്താണ് കളകൾ എന്ന് പറഞ്ഞാൽ? A weed is defined as any plant growing where and when it is not wanted. അപ്പോൾ a weed is defined as any plant growing where and when it is not wanted. അപ്പോൾ എവിടെയും ആണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ ആവശ്യമില്ലാതെ വളർന്നു വരുന്ന ഏത് ചെടിയെ നമ്മൾ വീഡ് അഥവാ കളകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ആക്രമണം മൂലമുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? അവ വിളകളുമായിട്ട് മത്സരിച്ച് നമ്മുടെ വിളകളുടെ ഈൽഡ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവയുടെ കളകളുടെ വിത്തും മറ്റുമൊക്കെ കണ്ടാമിനേറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ കളകൾ മൂലം ഉണ്ടാകുന്നുണ്ട്. ഇനി കോമൺ വെറ്റ്ലാൻഡ് വീഡ്സ് ഓഫ് കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡ് വീഡ്സ് അഥവാ വയലുകളിൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കളകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാനിയാഡ് ഗ്രാസ് അഥവാ കവട. നമ്മൾ നെൽവയലിലെ പ്രധാനപ്പെട്ട ഒരു കളയാണ് ബാനിയാഡ് ഗ്രാസ് അഥവാ കവട. അതൊരു മോണോകോട്ട് അഥവാ ഏകബീജപത്ര കളയാണ്. വേറെ ഒരെണ്ണമാണ് വാട്ടർ ഹ്യാസിന്ത് അഥവാ കുളവാഴ. നമ്മുടെ ഈ ജലാശയങ്ങളിലൊക്കെ തിങ്ങി നിറയുന്ന ഒരു കളയാണ് വാട്ടർ ഹ്യാസിന്ത് അഥവാ കുളവാഴ. അതും ഒരു മോണോകോട്ട് അഥവാ
സാൽവീനിയ അഥവാ ആഫ്രിക്കൻ പായൽ. അത് എന്താണ് നമ്മുടെ ജലാശയങ്ങളിലൊക്കെ പെട്ടെന്ന് വളർന്ന് കയറുന്ന ഒരു തരം കളയാണ്. അതൊരു ഫേൺ അഥവാ പന്നൽ ചെടിയാണ്. വേറെ ഒന്നാണ് ലുഡ്വിജിയ അഥവാ നീർഗ്രാമ്പു. അത് നമ്മുടെ നെൽവയലൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഡൈക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. ഇനി കോമൺ അപ്ലാൻഡ് വീഡ്സ് ഓഫ് കേരളത്തിലെ കരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കളകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നട്ട് ഗ്രാസ് അഥവാ മുത്തങ്ങ. അതൊരു കേരളത്തിലെ കരപ്രദേശത്ത് കാണാൻ പ്രധാനപ്പെട്ട ഒരു കളയാണ്. അതൊരു മോണോക്കോട്ടാണ് അഥവാ ഏകബീജപത്ര കളയാണ്. വേറെ ഒരെണ്ണമാണ് ബെർമുഡ ഗ്രാസ് അഥവാ കറുകപ്പുല്ല്. അതും എന്താണ് ഒരു ഏകബീജപത്ര അഥവാ മോണോക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. നെക്സ്റ്റ് ഈസ് കൗ ഫുഡ് ഗ്രാസ് അഥവാ കാക്കപ്പുല്ല്. അതും മോണോക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന അഥവാ ഏകബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. വേറെ ഒന്നാണ് സിയാം വീഡ് അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ച. അത് ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. വേറെ ഒന്നാണ് ഫില്ലാന്തസ് അഥവാ കീഴാർനെല്ലി അല്ലേ, കീഴാർനെല്ലി. അത് ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. ഇന്ത്യൻ പെനി വർട്ട് അഥവാ കുടങ്ങൽ. അത് ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. നെക്സ്റ്റ് ടച്ച് മീ നോട്ട് അഥവാ തൊട്ടാവാടി. അത് ഇതേപോലെ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന അഥവാ ഡൈക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. ബയോഫൈറ്റം അഥവാ മുക്കുറ്റി. അതും ഇതേപോലെ ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. വെർണോണിയ അഥവാ പൂവാങ്കുറുനില. അതും ഡൈക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. വൈൽഡ് സാഗ അഥവാ കൊങ്ങിണി. അതും ഇതേപോലെ ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. വേറെ ഒന്നാണ് മൈലേ മിനിറ്റ് അഥവാ അമേരിക്കൻ വള്ളി അല്ലേ. വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പെട്ടെന്ന് വളർന്നു കയറുന്ന ഒരു വള്ളിയാണ് ഇത്. മൈലേ റബ്ബർ തോട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മൈലേ മിനിറ്റ് അഥവാ അമേരിക്കൻ വള്ളി. അതും ഡൈക്കോട്ട് അഥവാ ദ്വിബീജപത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണ്. ഒരുക്കിയതിന് ശേഷം കളകൾ മണ്ണിൻ്റെ മേളിൽ വളർന്നെത്തുന്നതിന് മുമ്പ് അവയെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണ് ബ്യൂട്ടോക്ലോർ, ഡൈയൂറോൺ പോലുള്ള പ്രീ എമർജൻറ്റ് ഹെർബിസൈഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്ലൈഫോസേറ്റ് ഒരു നോൺ സെലക്റ്റീവ് ഹെർബിസൈഡാണ്. അതായത് എല്ലാ ചെടിയിനെയും വിവേചനരഹിതമായി നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു കളനാശിനിയാണ് ഗ്ലൈഫോസേറ്റ്. നെക്സ്റ്റ് ഈസ് അകാരിസൈഡ്സ് അഥവാ മണ്ടരിനാശിനികൾ. മൈറ്റുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകൾക്കാണ് നമ്മൾ അകാരിസൈഡ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണം ഡൈക്കോഫോൾ. വേറെ റൊഡൻറ്റിസൈഡ്സ്, എലികളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസുകൾക്കാണ് നമ്മൾ റൊഡൻറ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണം സിങ്ക് ഫോസ്ഫേറ്റ്, ബ്രോമഡിലിയോൺ. ഇവയൊക്കെ റൊഡൻറ്റിസൈഡ്സിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ഈസ് ആൻറ്റിബയോട്ടിക്സ് തന്നെ ഫംഗസുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുണ്ട്, ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. ഫംഗസുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഉദാഹരണമാണ് ഓരിയോഫെൻജിൻസോൾ. ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളാണ് സ്ട്രെപ്റ്റോസൈക്ലിൻ, വാൽഡോമൈസിൻ, ടാക്മൈസിൻ. ഇവയൊക്കെ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഉദാഹരണമാണ്. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ബഹുമാന്യരായ നിങ്ങളുടെ മൈക്രോ ഇറിഗേഷൻ അധ്യാപകരോട് ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുമല്ലോ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.